ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന അസിസ്റ്റൻ്റ് പ്രിസൈഡിംഗ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. PSC ഇതുവരെ നടത്തിയ അസിസ്റ്റൻ്റ് പ്രിസൈഡിംഗ് ഓഫീസറുടെ എല്ലാ പരീക്ഷകളിലെയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് മുഴുവനും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ഓപ്ഷൻ ഡി സെൻട്രൽ ജയിൽ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയില് സെൻട്രൽ ജയില്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണികഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ. ഓപ്ഷൻ സി തവനൂർ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണികഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. ഓപ്ഷൻ ബി വനിതാ ജയിൽ സൂപ്രണ്ട്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം. ഓപ്ഷൻ ബി 1962. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ ബി PA to DGP. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ PA to DGP. 2005 വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി വിജിലൻസ്. 2005 വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുത്താത്തതേത്? വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. ഓപ്ഷൻ സി 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഓപ്ഷൻ എ വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ബി വകുപ്പ് 21C. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 21C. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ഓപ്ഷൻ എ 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്.
കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യത ഉണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകനാര്? ഓപ്ഷൻ ബി 1 സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഓപ്ഷൻ ഡി 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഓപ്ഷൻ എ 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ സി 3 ഹോവാർഡ് ഗാർഡനർ. ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഹോവാർഡ് ഗാർഡനർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം? ഓപ്ഷൻ ഡി 3 ആത്മസാക്ഷാത്കാര ആവശ്യം. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ആത്മസാക്ഷാത്കാര ആവശ്യം. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഓപ്ഷൻ ബി തവന്നൂർ സെൻട്രൽ ജയിൽ. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? തവന്നൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി അലക്സാണ്ടർ ജേക്കബ്. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി 18 മുതൽ 21 വരെയുള്ളവരെ. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? 18 to 21. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുമ്പാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഏറ്റവും പഴയ ജയില് കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: ഏറ്റവും പഴയ ജയില് കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ 1, 2, 4. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രം. ശരിയായ പ്രസ്താവന: അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 11 ഡിസംബർ 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 1 മാത്രം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന: വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ.
വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ ബി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ ഒരംഗമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ: അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇവിടെ ഈ ചോദ്യപേപ്പറിലെ ഉത്തരം അനുസരിച്ച് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയാം. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ്. അത് ഓർത്ത് വെച്ചോണം. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി 1, 2, 3, 4. സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി ശാരീരിക ചലനപര ബുദ്ധി. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി സാമൂഹികം. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉത്കണ്ഠ. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. പ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിലുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ജയിൽ വകുപ്പ് മേധാവി. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ത്? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ത്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? ഓപ്ഷൻ ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ എ
സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്. ഓപ്ഷൻ സി, ഫീസ് ഒടുക്കേണ്ടതില്ല. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് ഒടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? ഓപ്ഷൻ ഡി, കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. ഓപ്ഷൻ എ 3 വർഷം. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി, വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി, APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ, രാഷ്ട്രപതി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഫ്രോയിഡ്. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി, സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ, ശില്പികൾ. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി, സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ശില്പികൾ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി, പാരിസ്ഥിതികം. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കാൻ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ഓപ്ഷൻ ഡി, ഇച്ഛാഭംഗം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി, ആന്തരിക അഭിപ്രേരണ. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി, 25,000 രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി, 25,000 രൂപ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ഓപ്ഷൻ ബി, ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ഓപ്ഷൻ എ, 3 വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. ഓപ്ഷൻ ബി, 24 മണിക്കൂർ. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂർ. നെൽസൺ മണ്ടേല റൂൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ഓപ്ഷൻ എ, 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ഓപ്ഷൻ എ, 1 വർഷം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും
കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. 1 വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഓപ്ഷൻ സി താവനൂർ. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? താവനൂർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ഓപ്ഷൻ എ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. ഓപ്ഷൻ ബി ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? ഓപ്ഷൻ ബി 6 വയസ്സ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഫ്രോയിഡ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി ഉത്കണ്ഠ, ആങ്സൈറ്റി. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഗാർഡനർ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓഫ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനർ. ആക്രമണോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികനാര്? ഓപ്ഷൻ എ ബന്ദുര. ആക്രമണോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികനാര്? ബന്ദുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടതേത്? ഓപ്ഷൻ ഡി ആത്മസംതൃപ്തി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടതേത്? ആത്മസംതൃപ്തി. സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഓപ്ഷൻ ബി 1, 2 and 3. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ: ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി വെൽഫെയർ ഓഫീസർ. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാന്മാർഗിക സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തതാരാണ്? ഓപ്ഷൻ ബി പോലീസ് DGP. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാന്മാർഗിക സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തതാരാണ്? പോലീസ് DGP. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തതേതാണ്? ഓപ്ഷൻ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതാരാണ്?
ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതാരാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ഓപ്ഷൻ സി 1 വർഷം. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഓപ്ഷൻ ഡി IG. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻ സി നിയമമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഓപ്ഷൻ സി 48 മണിക്കൂർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഓപ്ഷൻ എ 19. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ഓപ്ഷൻ സി 25,000. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തേണ്ടതിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്: ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഓപ്ഷൻ സി ഈഗോ, സൂപ്പർ ഈഗോ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? ഓപ്ഷൻ സി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3 മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൊവാർഡ് ഗാർണറിൻ്റെ ബഹുമുഖ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഓപ്ഷൻ ഡി, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഹൊവാർഡ് ഗാർണറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തി ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്